ഇവിടെ നാട്ടുകാർ പിടിച്ചോളുന്ന പ്രതി എവിടെ പോയി? നീ മോൻ നോക്കടാ. നിന്റെ കൂടെ വേറെ ആരുണ്ടായിരുന്നാണ് ചോദിക്കണം. നീ കുമ്പിട്ട് മൂഞ്ചണ്ട. രണ്ടുപേരേ ഉള്ള. ആര്? എത്ര പേര്? മെനഞ്ഞാന്ന് SI ഇവൻ ദേവികര സഹോദരർക്ക് വണ്ടി കയറിയിട്ടില്ല, വണ്ടി ബോഡി കയറിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് കയറിയ ദൃശ്യം കാണിച്ചപ്പോഴത്തേന് പിറ്റേന്ന് ആ വണ്ടിയുടെ ടയർ കത്തിച്ച്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂരാണ്. കിളിമാനൂർ പുതുക്കോടാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് അംബിക എന്ന് പറയുന്നൊരു പെൺകുട്ടി 5 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മ കിളിമാനൂർ വെച്ചൊരു ആക്സിഡൻറ്റിൽ മരിച്ചു. ആ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും ആരോപണങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു, വീട്ടുകാരൊക്കെ പ്രതിഷേധിച്ചു. ഇതുവരെ 15 ദിവസം പിന്നിട്ടിട്ടും ആ പോലീസ് അതിനുള്ളൊരു ആൻസർ, അതിനുള്ള ആരാണ് ആ പ്രതി എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അത് പോലീസ് കൃത്യമായി ആ പ്രതികളെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആ താർ വാഹനം ഇടിച്ചിട്ട വീഡിയോ ഈ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും കണ്ടു. സാധാരണക്കാരായ 2 പേര് ബൈക്കിൽ സഞ്ചരിക്കുന്നവരെ വളരെ അശ്രദ്ധമായി വെള്ളമടിച്ച് ഫിറ്റായി ഓടിച്ചുകൊണ്ടിരുന്ന 2-3 ക്രിമിനലുകൾ, അതും നല്ല പിടിപാടുള്ളവന്മാർ വന്ന് ഇടിച്ചു കൊല്ലുകയാണ് ചെയ്തത്. ഇടിച്ച് 3 ദിവസത്തിനുള്ളിൽ അംബികയും അത് കഴിഞ്ഞ് 15 ദിവസത്തോളം വേദനയെടുത്ത് മരിച്ച രജിത്തുമാണ് ദാണ്ട് ഇവിടെ ഉറങ്ങുന്നത്. ഇപ്പോൾ അവർക്ക് ബാക്കിയായിട്ടുള്ളതെന്ന് വെച്ചാൽ 5 വയസ്സുള്ള കുഞ്ഞും 1.5 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളാണ്. കേരള പോലീസാണ് ഈ കാണിക്കുന്ന തെമ്മാടിത്തരം. കേരള പോലീസിൻ്റെ തെമ്മാടിത്തരം മാത്രമല്ല ഇവിടെ പറയാനുള്ളത്, നമ്മുടെ മെഡിക്കൽ കോളേജിന് അനാസ്ഥയുണ്ട്. മെഡിക്കൽ കോളേജ് കറക്റ്റായിട്ട് രജിത്ത് എന്ന് പറഞ്ഞ ചേട്ടൻ ചികിത്സയ്ക്ക് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വാരിയലിൽ പൊട്ടിയത് കൃത്യമായിട്ട് അന്വേഷിക്കാതെ അദ്ദേഹത്തിനെ തിരിച്ച് വീട്ടിൽ വിടുകയും നല്ല ചികിത്സയും കൊടുക്കാത്തതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ കൂടെ നഷ്ടപ്പെട്ടത്. നീതിക്ക് വേണ്ടിയാണ് പോലീസ് സ്റ്റേഷൻ ചെന്നത്. ചെന്നപ്പോൾ ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പറ്റൂല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു പോലീസുകാരൻ പറഞ്ഞതാണ്, പറയാൻ കൊള്ളാമോ എന്ന് അറിഞ്ഞൂടാ, നിങ്ങളതൊന്നും പറയാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല, പോടി എന്ന് പറഞ്ഞൊരു തെറിയും കൂടെ, തെറി പറഞ്ഞാണ് പോടി എന്ന് പറഞ്ഞത്. ആ തെറി നിങ്ങളെ പറയാൻ കൊള്ളാവുന്നതാണെങ്കിൽ ഞാൻ പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുമില്ല. അയാൾക്ക് യൂണിഫോം ഇടാനുള്ള യോഗ്യതയില്ല. അയാൾ നല്ല കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന SIക്കും സർക്കിളിനും യൂണിഫോം ഇടാനുള്ള യോഗ്യതയില്ല. നീതി തരാൻ കഴിഞ്ഞില്ല, കാശ് മേടിച്ചിട്ട് എന്തിനാണ് അവരിടിക്കുന്നത്? അപ്പോൾ പാവങ്ങൾക്ക് ആരുണ്ട്? പാവങ്ങൾ ആരെ മുമ്പ് ചെല്ലണം? സർക്കിളിൻ്റെ മുമ്പ് SIയുടെ മുമ്പ് ചെല്ലാൻ നമ്മൾ ആരെ മുമ്പ് ചെല്ലണം? നമുക്ക് നീതി തരാൻ കഴിയാത്ത ഇത്രയും 2 കൊച്ചുങ്ങളെയും കൊണ്ട് ചെന്നാൽ നമുക്ക്, ഞാൻ 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ, ആദ്യം ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത്, അന്നേരം SI ആട്ടി ഓട്ടിച്ചെന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങളാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളാരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിട്ടാണെന്ന് പറഞ്ഞിട്ട് പിറകെ ഇറങ്ങി നമ്മൾ കാണാതെ ഇവിടെ വന്ന്. അംബിക മരിച്ചിരുന്ന് 15 ആവുന്നു, അവൻ മരിച്ചിരുന്ന് 2 ആവുന്നു. ഉണ്ടായിട്ടില്ല. മദ്യവെച്ചിട്ട് തന്നെ പിടിച്ച ആളുകൾ, പിടിച്ച സാക്ഷി, കണ്ട സാക്ഷി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും ആ സാക്ഷിയെ ആട്ടിപ്പോയിക്കാനാണ് ഇതാക്കുന്നത്. ഞാൻ കണ്ടു, ഞാൻ ഇന്നണക്കാണ് കൈ വണ്ടി അടിച്ച് നിർത്തി, തിരിച്ചെടുക്കല്ലേന്ന് നിർത്തിയിട്ട് കേൾക്കാതെയാണ് എടുത്തത് എന്ന് പറയുമ്പോഴും അത് മറിക്കുകയാണ് ചെയ്യുന്നത്. ആ കണ്ട സാക്ഷി എവിടെ വേണമെങ്കിലും പറയാം, നമ്മളെ ബന്ധുക്കളല്ല, നമ്മൾ അന്നേ കണ്ടിട്ടുള്ളൂ. നമ്മൾ അയാളെ സ്വാധീനിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ അന്നേ കണ്ടിട്ടുള്ളൂ. ഇന്നലെയും നമ്മളെ മുമ്പ് വരുമ്പോഴാണ് ഇതാണ് സാക്ഷി നമ്മൾ കാണുന്നത്. അയാളും ഈ മരിച്ചുപോയ രജിത്തുമാണ് ദൃസാക്ഷിയായിട്ട് കണ്ടത്. അവനും പറഞ്ഞു വണ്ടി എടുക്കല്ലേ, എൻ്റെ ഭാര്യ വേക്കിൽ കിടക്കുന്നെന്ന്. എന്നിട്ട് കേൾക്കാതെ റിവേഴ്സ് എടുത്താണ് വണ്ടി കയറ്റിയത്. മെഡിക്കൽ കോളേജിൽ വന്ന ഡോക്ടറും പറഞ്ഞു വണ്ടി നെഞ്ചിൽ കയറിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല, ബ്ലഡ് കലങ്ങിപ്പോയി, രോഗി മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 വശവും കീറി ഈ ബ്ലഡ് പോകാനായിട്ട് ട്യൂബ് ഇടാനെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മോനും ഒപ്പിട്ട് കൊടുത്ത്. ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞെന്ന് ആ വണ്ടി കയറിയിട്ടില്ലെന്ന്. അതെന്ത് നീതി? അന്നേരം പിന്നെ ഡോക്ടർ നമ്മളെ പറ്റിക്കാൻ പറഞ്ഞാൽ ആ രോഗിക്കോ ആ രോഗിയുടെ ഭർത്താവിനെ അന്ന് അവിടെ നിന്ന് വിട്ടു. അവന് 3 വാരിയല് പൊട്ടി, നട്ടലിന് പൊട്ടലുകൊണ്ട് മെനങ്ങാൻ നമ്മൾ എക്സ്റേ എടുക്കുമ്പോൾ. ആ ശനിയാഴ്ച ഇരുന്ന് ശ്വാസം മുട്ടായിട്ട് നമ്മൾ അവനെ കൊണ്ട് ചെല്ലുന്നു. ഒരു മരുന്നോ ഒരു ഇഞ്ചക്ഷനോ ഇല്ല, വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാലിലെ സ്റ്റിച്ച് കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടറെയും ഇവർ സ്വാധീനിച്ചു. പോയിട്ട് അവർ നാട്ടുകാരാണ് പിടിച്ചത്. കിളിമാനൂർ സ്റ്റേഷനിലെ പോലീസുകാരോ SIയോ സർക്കിളോ ആരോ പോയി അവരെ പിടിച്ചില്ല. പിന്നെ കടക്കൽ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അങ്ങളുടെ ചെന്നാണ് പിടിച്ച് അവിടെ ഇൻഫോം ചെയ്ത് അവിടെ അറിയിച്ച് അവരെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ കംപ്ലയിൻറ്റ് ഇങ്ങനെയായിരുന്നു, എൻ്റെ സഹോദരിക്ക് ഇത്ര ഇതായിട്ട് നടക്കുന്നുണ്ട്, ആ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ പറയുന്നത് ആ പ്രതി അന്ന് ജാമ്യത്തിൽ പോയിരിക്കുന്നു,
അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, അവരെ വിളിപ്പിക്കാമെന്നൊക്കെ അന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു അനക്കവുമില്ല. 2 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ മൊഴിയെടുക്കാൻ 2 പോലീസുകാർ വരുന്നത്. 3 പോലീസുകാർ ഇവിടെ വന്നായിരുന്നു. പോലീസുകാർ ഇവിടെ മൊഴിയെടുക്കാൻ വന്ന് അളിയൻ്റെ മൊഴിയെടുത്തപ്പോഴത്തേക്കാണ് നമുക്കിതിൻ്റെ സംശയം വന്നത്. കാരണം അളിയൻ പറയുന്ന കാര്യമല്ല ഇവർ മൊഴിയിൽ രേഖപ്പെടുത്തുന്നത്, എഴുതുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ പറ്റത്തില്ല, എനിക്ക് ആ വീഡിയോ എടുത്തിട്ടേ നിങ്ങൾക്ക് മൊഴിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അളിയൻ കൊടുത്ത മരണ മൊഴിയുടെ വീഡിയോ എൻ്റെ കയ്യിൽ ഉണ്ട്. ആ വീഡിയോ എടുത്ത് 21 മിനിറ്റുള്ള വീഡിയോയിൽ അളിയൻ അവരുടെ അടുത്ത് പറയുകയാണ്, ഞാൻ അവിടെ എണീച്ചിരുന്ന് എൻ്റെ വണ്ടിയിലിരുന്ന് കൈകൊണ്ട് അടിച്ച് നിർത്താൻ പറഞ്ഞിട്ട് അവന്മാർ നിർത്താതെ മനഃപൂർവ്വം കയറ്റിയിറക്കി പോവുകയാണ് ചെയ്തതെന്ന്. എന്നിട്ട് അത് ഇന്നിപ്പോൾ കമാൻഡർ സർക്കിൾ പറയണം അങ്ങനെ ഒരു വാഹനം അവിടെ ശരീരത്തിൽ കയറിയിട്ടില്ല. ഒരു ഡോക്ടർ പറഞ്ഞെന്നും ഈ കണ്ട സാക്ഷികൾ പറഞ്ഞെന്നും വാഹനം കയറിയിട്ടില്ല. അവിടെ അവർ തട്ടി വീണ് ഇതായി അവർ പോയെന്നാണ് പറയുന്നത്. അതിൽ ഒരാളെ ഉള്ളായിരുന്നു പറയും. ഈ പിടിച്ച നാട്ടുകാർ പറയുന്നുണ്ട് 3 പേരുണ്ടായിരുന്നു. അതിലൊരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ ID കാർഡ് ആ പിടിച്ച ആൾക്കാർ പറയുന്നത് ഡ്രൈവർ സീറ്റിൽ നിന്നാണ് കിട്ടിയെന്ന്. ഇപ്പോൾ ആ പോലീസുകാർ പറയുകയാണ്, സർക്കിൾ പറയുകയാണ്, അവന്മാർ അവിടെ അവരെ ടവർ ലൊക്കേഷനിലുണ്ടായിരുന്നു, ഇവിടെയൊന്നും ഈ ടവർ ലൊക്കേഷനിൽ അവരില്ലായിരുന്നെന്ന്, ഇവൻ മാത്രമേ ഉള്ളായിരുന്നെന്ന്. എന്നാൽ ഇവനെ പിടിക്കാൻ പറഞ്ഞു അവൻ ഒളിവിലാണ്, തമിഴ്നാട്ടിൽ അങ്ങോട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്താണെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഈ പ്രതികൾ വലിയ ഉന്നതരന്മാരാണ്. ഇതിനകത്തുള്ളത് വലിയ DGP പോലെയുള്ള ഓഫീസർമാരെ കീഴിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരൊക്കെയാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് അതിനെക്കുറിച്ച് വലുതായിട്ട് അന്വേഷിക്കാൻ കഴിയും. അന്വേഷിക്കേണ്ടത് സർക്കിളൊക്കെയാണ്, പോലീസുകാരാണ്. ആ പോലീസുകാർ നമുക്ക് ഒരു നീതിയും തരുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ആത്മഹത്യ ചെയ്ത് ആ വഴിയിലാണ് അവർ കൊണ്ടുവച്ചേക്കുന്നത്. അല്ലാതെ അവർ വേറെ അവിടെ ഇതൊന്നും നടന്നില്ല. ഇത്രയും ബ്രൂട്ടലായിട്ട് കൊലപാതകം നടന്നിട്ട് ഇത്രയും സാക്ഷികളുണ്ടായിട്ട് പോലും അവർ പറയുന്നു. ഇപ്പോൾ അവരെ സ്ഥാപിച്ചെടുപ്പിക്കാൻ നിൽക്കുന്നത് ഇതാണ്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CIയുടെ ഭാഗത്തു നിന്നും കൺസേൺഡ് ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് കിട്ടിയ റിപ്ലൈ വണ്ടി കയറി ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ആർഗ്യുമെൻ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മരണപ്പെട്ട രജിത്തിൻ്റെ മുമ്പിൽ, അതായത് സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചാണ് അവൾ മരണപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ വണ്ടിയുടെ ഇടതുവശത്തെ ജീപ്പിൻ്റെ ഇടതുവശത്തെ വീലിൻ്റെ ബയോളജിക്കൽ സാമ്പിൾസ് എക്സാമിനേഷൻ അയക്കണമെന്ന് പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ കാണുന്നത് അടുത്ത ദിവസം തന്നെ രജിത്ത് മരണപ്പെടുന്നു. അതിൻ്റെ അന്ന് രാത്രി ആ വണ്ടിയുടെ വീൽ കത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്നലെ വളരെ മാന്യമായിട്ട് ചെന്ന് CIയോട് അന്വേഷിക്കാനുണ്ടായത്, എന്താ സാറേ ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പം എനിക്കതിനെപ്പറ്റിയൊന്നും അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തരാനല്ല ഞാനിവിടെ ഇരിക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതിനുശേഷം നടന്നത് നാട്ടുകാരും വീട്ടുകാരുടെയും മാനസിക അവസ്ഥയിൽ നിന്നുള്ള ഒരു സംഘർഷമാണ് നമുക്ക് കാണേണ്ടി വന്നത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് ആദ്യമല്ല, സുതാര്യമല്ലാത്ത കേസ് അന്വേഷണം നടക്കുന്നത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ല ഞാൻ പറയുന്നത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന CIയെ മാറ്റിക്കൊണ്ട് ഇതിനകത്തൊരു അന്വേഷണം വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് യഥാവിധിയായിട്ടുള്ള നിയമത്തിൻ്റെ ജസ്റ്റിസ് കിട്ടുകയില്ല എന്നുള്ളത് നാട്ടുകാർക്കും നിയമത്തിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ഒരു അഭിഭാഷക എന്ന രീതിയിലും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്.